ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട മസാലയാണ്. ഇനി ഞാനൊരു സവോള ഫുൾ എടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത് പച്ചപ്പ് മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുത്തു കഴിയുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും സാധനം. 5 മിനിറ്റ് മൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് ഇളക്കി എടുക്കാൻ വേണ്ടി. അതാകുമ്പോൾ പെട്ടെന്ന് പിടിക്കായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഒന്നും കൂടെ നല്ലപോലെ ഇളക്കുക. അത് കഴിഞ്ഞ് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അര തക്കാളിക്ക, നല്ല ഒരു തക്കാളിക്ക ചേർത്ത് കൊടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ വലിയ തക്കാളിക്കാണ്ടാണ് അര തക്കാളി ചേർത്തത്. എന്നിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ ചുമല കളറായി വന്നതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും മുളക് കഴിച്ച് നമ്മുടെ ചെറുതായിട്ട് ചെറുതായി ഫ്ലെയിമിൽ തീരുന്ന് വെന്ത് വരും. അത് വീണ്ടും ചുമല കളർ പോലെ ആകും. അതിലേക്ക് നമുക്ക് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒരു ചെറിയ രീതിയിൽ മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ പച്ചപ്പ് മാറുന്ന നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ഒരു പച്ചച്ചോ വരും കറിക്ക്. ഇത് മൊത്തം മൂത്ത് റെഡിയായി വന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതിന് മിക്സിയിലിട്ടാണ് അടിക്കണത്. മിക്സിയിലടിച്ച് ലൂസാക്കി എടുക്കണം. നല്ലപോലെ നല്ലപോലെ അടുക്കി പിടിക്കാതിരിക്കാൻ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ മിക്സിയിലേക്ക് അടിച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് ചെറുതായിട്ട് മൂപ്പിക്കും, ചെറിയ എണ്ണ ഒഴിച്ചിട്ട്. അതും ചെറുതായിട്ട് അതിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആണ് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മുമ്പ് വഴറ്റിയ സാധനങ്ങളെല്ലാം ഒഴിച്ചു കൊടുക്കണം. മിക്സിയിൽ അടിച്ച് വെച്ചേക്കാണ് നമ്മൾ, അതിലേക്ക് ഇട്ട് കൊടുക്കണം. സ്വല്പം കൂടെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ലൂസാവും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. എന്നിട്ട് അതിലേക്ക് വേണം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഇളക്കി റെഡിയാക്കി എടുക്കണം. ഞാനിതിലേക്ക് ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലപോലെ ഉടച്ച് അതിനകത്ത് മസാലയിലേക്ക് നല്ലപോലെ ചേർത്തെടുത്ത് ഇളക്കി എടുക്കണം. അടുക്കി പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി നല്ല സെറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മസാല റെഡി. ഇത് ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുക, അല്ലെങ്കിൽ പുഴുങ്ങിയത് സ്ലൈസ് ചെയ്തിട്ടാലും മതി, നല്ലതായിരിക്കും.